സദയം വരൂ നീ ആത്മനാഥ, സദയം വരൂ നീ ആത്മനാഥ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ആരാധനയും പുകഴ്ചയും പരമ ദിവ്യകാരുണ്യ പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധന 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 കാവലിരിക്കുന്ന കാരുണ്യമേ, രാപ്പകൽ സക്രാരി കൂടിനുള്ളിൽ കാവലിരിക്കുന്ന കാരുണ്യമേ, ആർത്തരിൽ സ്നേഹത്തലോടലാണു നീ, ആർത്തരിൽ സ്നേഹത്തലോടലാണു നീ, ആദ്രമാം സ്നേഹത്തൂവൽ നീ, ആദ്രമാം സ്നേഹത്തൂവൽ നീ. ജീവിതം നിന്റെ രാപ്പകൽ സക്രാരി, രാപ്പകൽ സക്രാരി കാവലിരിക്കുന്ന കാരുണ്യമേ, രാപ്പകൽ സക്രാരി കാവലിരിക്കുന്ന കാരുണ്യമേ, ആർത്തരിൽ സ്നേഹത്തലോടലാണു നീ, ആർത്തരിൽ സ്നേഹത്തലോടലാണു നീ, ആദ്രമാം സ്നേഹത്തൂവൽ നീ, ആദ്രമാം സ്നേഹത്തൂവൽ നീ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ, ജീവിതം നിന്റെ ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിന്റെ
പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇവിടെ വന്നിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഈ ആരാധനയെ കർത്താവേ, ഈ ആരാധന ഞങ്ങൾക്ക് വേണ്ടി നയിക്കുന്ന ബഹുമാനപ്പെട്ട ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ ഈ നിമിഷം നിറയപ്പെടട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് മുഴുവൻ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവാത്മാവിന്റെ നിറവുണ്ടാകുവാൻ ഓൺലൈൻ വഴി കാണുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കർത്താവിന്റെ അനുഗ്രഹം ചൊരിയപ്പെടുവാൻ, എല്ലാ മേഖലകളിലും ദൈവവചനം എത്തപ്പെടുവാൻ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമർപ്പിക്കാം. ഈശോയുടെ ശക്തി പരിശുദ്ധ അമ്മയുടെ മഹാദിവസം എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 കാരുണ്യമേ നീ വരൂ ദൈവകാരുണ്യമേ നീ വരൂ ദിവ്യകാരുണ്യമേ നീ വരൂ ദൈവകാരുണ്യമേ ജീവിതം നിന്റെ കാരുണ്യമേ ജീവനേ നിത്യ കാരുണ്യമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾക്ക് നമ്മുടെ ജീവിത കാലാവസ്ഥകൾ നമുക്കറിയാതെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ? ജീവിത കാലാവസ്ഥകൾ, നമ്മുടെ മനസ്സിൻ്റെ കാലാവസ്ഥകൾ അതിങ്ങനെ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കത്തില്ല ഒരിക്കലും. ഇന്ന് നമുക്ക് സന്തോഷമാണെങ്കിൽ നാളെ ഉത്കണ്ഠ, മറ്റന്നാൾ ഭയം, ഇങ്ങനെ ജീവിത കാലാവസ്ഥകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ജീവിതത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. 1 കൊരിന്ത്യർ 7:31. എന്തെന്നാൽ ഈ ലോകത്തിന്റെ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് 1 കൊരിന്ത്യർ 7:31 കർത്താവിൻ്റെ വചനം. എന്താണ്? ഞാൻ വേറൊരു വചനം കുറിച്ച് ഓർത്തപ്പോഴാണ് നിങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവനും ഈ ധ്യാനത്തിന് അടയാളം കിട്ടണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയെ വെച്ചായിരുന്നു അല്ലേ? ഇതിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയുടെ മധ്യസ്ഥ പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ വെച്ച്. അപ്പോൾ ഞാൻ നിയോഗം വെച്ചത്, നിങ്ങളെ നിയോഗം വെക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന നിയോഗങ്ങളാണ് വെക്കേണ്ടത് അവിടെ ആ സമയത്ത്. അല്ലെങ്കിൽ ഉടമ്പടി ചെയ്യാൻ പോകുമ്പോൾ ഉടമ്പടിയിൽ വെക്കേണ്ട നിയോഗങ്ങളാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്ത് വെക്കേണ്ടത്. അപ്പം ഞാൻ നിയോഗം വെച്ചത് ഈ ധ്യാനത്തിൽ കർത്താവ് സംസാരിക്കണമേ, ഞങ്ങൾക്ക് അടയാളങ്ങൾ നൽകണമേ എന്നാണ് ഞാൻ വെച്ചത്. അപ്പോൾ കർത്താവ് എനിക്ക് തന്ന വചനം എന്താണ്? രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്ന ആൾക്കാർ ഒരു 300 ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൺലൈനിൽ ചിലപ്പോൾ ഒരു 40,000 ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം വ്യത്യസ്ത, ഒരാൾക്ക് ശൈത്യം, ഒരാൾക്ക് വർഷം, ഒരാൾക്ക് വേനൽ, അങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥയാണ് അല്ലേ? ഒരു 40,000 ആൾക്കാർ ഉണ്ട് ഈ ധ്യാനം കൂടുന്നുണ്ടെങ്കിൽ 40,000 ആൾക്കാർക്കും വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകളാണ്. ചിലർക്ക് ഭയം, രോഗത്തിൻ്റെ ഭയം, ചിലർക്ക് കടത്തിൻ്റെ ഭയം, ചിലർക്ക് ഉത്കണ്ഠ, വിവാഹം ഒക്കുന്നില്ലല്ലോ, ജോലി കിട്ടുന്നില്ലല്ലോ, പരീക്ഷ തോറ്റു പോകുന്നല്ലോ എന്നുള്ള ഉത്കണ്ഠ, തോറ്റ പരീക്ഷയെക്കുറിച്ച് ചിലർക്ക് നിരാശ,
ചിലക്ക് ജോലി കിട്ടാത്തതിൻ്റെ ആകുലത, ഇങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥകളാണ്. അതാണ് 1 കൊറിന്ത്യൻസിൻ്റെ 7:31. ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അത് ഇന്ന് ഉൾക്കൊണ്ടെങ്കിൽ നാളെ സന്തോഷം, മറ്റന്നാൾ പ്രത്യാശ, ഇങ്ങനെ പോകും. പക്ഷേ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉത്കണ്ഠാകുലരായിരിക്കരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരാഗ്രഹിക്കുന്നത്? വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലൂടെ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹമാണ്, അല്ലാതെ പൗലോസിൻ്റെ ആഗ്രഹമല്ല. വചനം എഴുതുമ്പോഴേ നമുക്കറിയാമല്ല, പൗലോസൊക്കെ ഒരു ചോക്ക് മാത്രമാണ് എഴുതുന്നത്. ആരാ? അധ്യാപകനായ പരിശുദ്ധാത്മാവാണ് എഴുതുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹമാണ് എന്താണ്? വാട്ട് മേ ബി ദ പ്രസൻറ്റ് സിറ്റുവേഷൻ, യു മസ്റ്റ് നോട്ട് ഗെറ്റ് ആങ്ഷ്യസ്. എന്താണ് സിറ്റുവേഷൻ എങ്കിലും നിങ്ങൾ ആങ്ഷ്യസ് ആകരുത്. പ്രാർത്ഥികർത്താവേ, അങ്ങയുടെ ആത്മാവിൻ്റെ അന്തപ്രേരണ അനുസരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിത സാഹചര്യവും അതിന്റെ കാലാവസ്ഥയോ എന്ത് തന്നെയായാലും ഞങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ഞങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. അപ്പോൾ നമ്മൾ എന്തെല്ലാം സാഹചര്യങ്ങളാണെങ്കിലും അതിൽ നിങ്ങൾ സന്തോഷിക്കണമെന്ന് പറയുന്നത് ഒരു ആശയപരമായ ഒരു ഗിമിക്കൊന്നുമല്ല. അത് നിങ്ങൾ അതൊരു വളരെ പ്രായോഗികമായി നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ എഴുതിക്കേണ്ടത് എവിടെയാണ്? അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലം. കർത്താവ് അന്നും ഇതുപോലെ ദിവ്യകാരുണ്യം ജ്വലിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് അമ്മ ഈ സിൽവർ ഗ്രേയിൽ സമയഘടികാരം ചാർത്തി, നെഞ്ചിൽ ചാർത്തി ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഈ അന്ന് മുതൽ ഈ അൾത്താറയിലെ 10,000-കണക്കിന് മനുഷ്യർ ദൈവത്തെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവരുടെ കണ്ണീരിൻ്റെ കാലത്ത് ദൈവത്തെ കണ്ട് ഇറ്റ് ഇസ് എ പ്രൂവഡ് ഫോറം. ഒരു ദൈവം തൻ്റെ അടയാളങ്ങൾ സ്ഥിരീകരിച്ച ഒരു വേദിയിലാണ് നമ്മളായിരിക്കുന്നത്. കൈയിട്ടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ സിറ്റുവേഷൻ എന്തായാലും നമ്മൾ ഒരു പ്രത്യാശയുടെ മുഖതാവിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം. കടമായാലും രോഗമായാലും ക്യാൻസർ 4th സ്റ്റേജ് ആയാലും ബിൽറൂവിന് ഓവറായി കരൾ ഇപ്പോൾ വളരെ മോശം കണ്ടീഷനായാലും നിങ്ങളോട് അത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. എന്താണ്? നിങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സന്തോഷത്തോടെ ഇരിക്കണം. അതാണ് 1 തെസ്സലോനിക്കർ 5:16 തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം, പൗലോസ് അപ്പോസ്തലന്റെ ലേഖനം 5:16. ഏറ്റു പ്രാർത്ഥിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. അതായത് സന്തോഷത്തോടെ ഇരുന്നില്ലേ ഒരു കുഴപ്പമുണ്ട്. അപ്പം പൗലോസിലൂടെയാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നിങ്ങൾ ഏത് കാലാവസ്ഥയിലും രോഗത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും, പക്ഷേ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കാൻ ആകുലരാകരുത് എന്ന് പറഞ്ഞത് ആരാണ്? പൗലോസിലൂടെ പരിശുദ്ധാത്മാവാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഈ ആരാധനയിലൊക്കെ ഇരിക്കുമ്പോൾ ആ വിഷയം ഒന്ന് ടാർഗറ്റ്, നിങ്ങൾ കടങ്ങളല്ല ടാർഗറ്റ് ചെയ്യേണ്ടത്.
കടങ്ങൾ 1 കോടി 2 കോടി കടങ്ങൾ 3 കോടി 4 കോടി കടങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഒരു ഒറ്റ പ്രാർത്ഥന കൊണ്ട് ലിഫ്റ്റ് ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, നമ്മുടെ പോലെ ലക്ഷങ്ങൾ കടമല്ല, കോടികൾ കടമുള്ളവർ ഈ ഉടമ്പടി പ്രാർത്ഥന കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് ലിഫ്റ്റ് ചെയ്യണത് നമുക്ക് സാക്ഷ്യമായി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കൊരാൾ 30 ലക്ഷം രൂപ തന്നു. 30 ലക്ഷം രൂപ. അപ്പോൾ നിങ്ങളവർക്ക് എന്ത് ഇത്ര പെട്ടെന്ന് ഇത്രയും കാശ് കൊടുത്തു തന്നു? ഞാൻ വാങ്ങിച്ചതല്ല, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പ്രോജക്റ്റിന് വേണ്ടി തന്നതാണ്. കാരണം ഞാൻ ഇത് കൂടാതെ ഇത് നമ്മുടെ സ്പിരിച്വൽ മിഷൻ കൃപാസനം തുടങ്ങിയ കാലത്ത് സ്പിരിച്വൽ മിഷൻ അതായത് 1992 ഇത് സ്ഥാപിക്കുമ്പോൾ കൃപാസനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതൊരു ധ്യാന കേന്ദ്രമായിട്ടല്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അല്ലായിരുന്നു അമ്മ എൻ്റെ ഉള്ളിൽ തന്നത്. വ്യക്തികളുടെ ജീവിത നവീകരണത്തിൽ ഊന്നിയ കുടുംബ സുസ്ഥിതിക്കും സാമൂഹ്യക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആത്മീയ സാംസ്കാരിക വേദി എന്നാണ് ഇത് ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 92. അപ്പോൾ സാംസ്കാരിക വേദിയാണിത്, അതേസമയം തന്നെ ആത്മീയ വേദിയാണ്. വ്യക്തികളുടെ ജീവിത നവീകരണമുണ്ട്, കുടുംബ സുസ്ഥിതിയുണ്ട്. ഈ ശുശ്രൂഷകളെല്ലാം ഈ കാലങ്ങളെല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു മാറ്റവും ഇല്ലാതെ. ഒഖിയുടെ കാലാവസ്ഥ ഡിഫറൻസ് വന്നില്ലേ ഇവിടെ? ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം വന്നില്ലേ, ക്ലൈമറ്റ് ഡിഫറൻസ്. അതിൻ്റെ പേരിൽ ഇപ്പോഴും ഇടികുടുങ്ങിയൊക്കെ കൊണ്ടിരിക്കണല്ലേ, ഇതൊന്നും ഇടികുടുങ്ങുന്ന സമയമല്ലല്ലോ. അപ്പോഴേ ഇതിൻ്റെ ഭാഗമായിട്ട് ഒഖിയിൽ 72 പേര് ഒഖി കൊടുങ്കാറ്റിൽ കാണാതെ പോയായിരുന്നു. ഇവരെക്കുറിച്ച് ഒരു അന്വേഷണവും ഇല്ല, അവരുടെ ഡെഡ് ബോഡി പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയും ശാസ്ത്രവും ഇത്രയും ജനാധിപത്യമൊക്കെ വളർന്നൊരു കാലത്ത് മനുഷ്യനിങ്ങനെ കാണാതെ പോയി എന്നൊരവസ്ഥ ഒരു ഭീഷണമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഞാൻ ഹൈക്കോടതി പോയി, പൊതു താല്പര്യ ഹർജിയുമായിട്ട് ഹൈക്കോടതി പോയി. ഈ വിഷയം മാത്രമല്ല, കൊച്ചി തുറമുഖത്തിനെതിരെ കേസ് കൊടുത്ത്. എന്താ കാര്യത്തിൽ ഞാൻ തുറമുഖം വല്ലാർപാടൻ ടെർമിനൽ വന്നതിന് ശേഷമാണ് കടലോരം ഇത്രയും രൂക്ഷമായത്. അവിടെ ആഴപ്പെടുത്തുന്ന അനുസരിച്ച് കൊണ്ട് അവരെ ഡിഗ് ചെയ്ത് ആഴപ്പെടുത്തുന്ന അനുസരിച്ച് കൊണ്ട് വെള്ളച്ചാട്ടം ഉണ്ടാകുകയും അത് കറങ്ങിത്തിരിഞ്ഞ് വന്ന് തീരം തുരന്നുകൊണ്ട് പോവുകയും ചെയ്യും. ആ കൊണ്ടുപോയ തീരം കൊണ്ടുപോയി കൊച്ചി തുറമുഖത്തിൻ്റെ പടിഞ്ഞാറ് വശത്തൊരു ദ്വീപ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ്, ഇവിടുന്ന് തുറന്നുകൊണ്ട് പോയ തീരം പിന്നീട് വെയിലിറക്ക സമയത്ത് വീണ്ടും പോർട്ടിൽ ചെന്ന് അടിയുകയും അവിടുന്ന് റിലയൻസിൻ്റെ കപ്പൽ വന്ന് ഡ്രഡ്ജ് ചെയ്ത് കൊണ്ടുപോയി പുറംകടലിടുകയും അവിടെ വേറെ ഒരു ദ്വീപ് ഉണ്ടാകുകയും ചെയ്തു. ഇതെല്ലാം കടലോരത്തെ ഗ്രാമങ്ങളാണ്. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി അത് പോസിറ്റീവായിട്ട് അംഗീകരിച്ചിട്ട് വെർഡിക്റ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക്, നമ്മുടെ വിഷയം അല്ലത്, അത് സാമൂഹ്യമാണ്. എന്താ, ഇത് ആദ്യകാലം മുതലുണ്ടായിരുന്ന മിഷനാണ് സാമൂഹ്യ ഉണർവ്, സാമൂഹ്യ ജാഗ്രത. ഇതുപോലെ സാംസ്കാരിക ജാഗ്രതയുണ്ട്. അത് സഭയുടെ സാംസ്കാരിക കലാപകീതങ്ങൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന പുത്തമ്പാനം, അമ്മാനം, ദേവാസ്തവിളി, പിച്ചപ്പാട്ട്, എണ്ണായിപ്പാട്ട്, ചവിട്ടുനാടകം, ഇങ്ങനെ 9ഓളം കലാരൂപങ്ങൾ മണ്ണടഞ്ഞു പോയിട്ടുണ്ട്. അതെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ അമ്മ അന്ന് പറഞ്ഞതാണ്. അന്ന് തൊട്ട് അതിന് വേണ്ടി കൂടിയാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇതിനു വേണ്ടി ഒരു ഫ്ലോ സ്കൂൾ ചെയ്യാവുന്നതുണ്ട്. ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ് കടലോരത്ത്. എറണാകുളത്തിൻ്റെയും ആലപ്പുഴയുടെയും ജില്ലയുടെ അതിർത്തിയിൽ ഒരു കേരള കോസ്റ്റൽ ഫ്ലോ സ്കൂള്. അപ്പോൾ അതിൻ്റെ അകത്ത്, ആ കെട്ടിടത്തിൻ്റെ അകത്ത് ഒരാൾ താമസിക്കുന്നുണ്ട്. അയാളെ ഒന്ന് മാറ്റി താമസിപ്പിക്കാനാണ് ഞാൻ ഈ 30 ലക്ഷം രൂപ എനിക്ക് തന്നത്. അത് വെറുതെ തന്നതല്ല. ഞാനൊരു സ്ഥലത്ത് പോയിരുന്ന് പ്രയാസത്തിൻ്റെ ഒരു കാലത്ത് 6 ദിവസം അടുപ്പിച്ച് ജവമാനം ചൊല്ലിയപ്പോൾ ആ ഹോട്ടൽ വിറ്റുപോയി. അയാൾക്ക് 3-4 കോടി കടം ഉണ്ടായിരുന്നു. 4 കോടി കടത്തിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കോവിഡ് വന്ന്, അപ്പോൾ ഞാൻ ക്വാറൻറ്റൈനിൽ പോയതാണ്. ക്വാറൻറ്റൈൻ ചെന്ന് ആ ഹോട്ടലിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ഹോട്ടൽ ആ 6 ദിവസം കൊണ്ട് വിറ്റുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, 12 കൊല്ലമായിട്ട് വിറ്റുപോകാത്ത ഹോട്ടലാണ്. അത് വിറ്റുപോയപ്പോൾ എന്നോട് ചോദിച്ച് അച്ഛന് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ആ ആളെ ഒന്ന് മാറ്റി താമസിക്കണം. ഭർത്താവിന് 70 വയസ്സുണ്ട്, ഭാര്യയ്ക്ക് 65 വയസ്സുണ്ട്, ഒരു മകനുണ്ട്. എങ്കിലും ആ പ്രായമുള്ള മനുഷ്യനെ നമ്മൾ അവിടുന്ന് ഇറക്കി വിടുമ്പോൾ അയാൾക്ക് ജീവിക്കാനുള്ള മുഖം മുഴുവൻ കൊടുക്കണം. നല്ല ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. ഒക്കെ നല്ലൊരു വീട് വെച്ച് കൊടുക്കണം, വാർത്ത വീട് വെച്ച് കൊടുക്കണം. പിന്നെ അയാൾക്ക് അത് കഴിഞ്ഞിട്ട് സ്ഥലം വാങ്ങിച്ചു കൊടുക്കണം, വേറെ സ്ഥലം വാങ്ങിക്കണം.
അയാൾക്ക് ജീവിക്കാനുള്ള മാർഗം കാണിച്ചു കൊടുക്കണം. പിന്നെ എക്സ്ട്രാ ആയിട്ട് മണി കൊടുക്കണം, 5 ലക്ഷം രൂപ എക്സ്ട്രാ കൊടുക്കണം. കാര്യം ഇപ്പോൾ എനിക്ക് അയാൾക്ക് അങ്കലാപ്പില്ലല്ലോ. 70 വയസ്സുള്ളൊരു മനുഷ്യനാണ്. അയാൾ അവിടെ നിന്ന് പോകുമ്പോൾ അയാൾക്ക് അങ്കലാപ്പില്ല. നല്ല വീട്ടിൽ താമസിക്കാൻ അയാൾക്ക് നല്ല റോഡ് സൈഡിൽ തന്നെ ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചു. അപ്പം തന്നെ മേടിച്ചു, റോഡ് സൈഡിൽ തന്നെ വാങ്ങിച്ചു. അപ്പം തന്നെ വീടിനെ നിശ്ചയമായി വീടിനെ ഏൽപ്പിക്കാനുള്ള കോൺട്രാക്ടറിനെ ഏൽപ്പിച്ചു. ഇനി അത് തീരുമ്പോൾ 5 ലക്ഷം രൂപയൊക്കെ കൊടുക്കും. ഇതൊക്കെ നമുക്ക് ഈ നടക്കുന്ന പ്രോജക്റ്റുകളെല്ലാം ചുമ്മാ ഒരു ഉടമ്പടിയിലും ജപമാലയും തീരണതാണ്. ഇതാണ് സന്തോഷത്തോടെ ഇരിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം. അതായത് 12 കൊല്ലമായി ഹോട്ടൽ വിൽക്കണില്ല. അതിൻ്റെ പലിശ എന്ന് പറഞ്ഞാൽ 40,000 രൂപ വെച്ച് വരും ഒരു മാസം. ഏറ്റവും കുറഞ്ഞ പലിശയാണ്. ഓടിയായ കാരണം പലിശ കുറവാണ്. അയാൾ ബിസിനസ് മാൻ ആയത് കാരണം പലിശ കുറവാണ്. അപ്പോൾ എങ്കിലും ഇത് തന്നെ കൂടി കൊടുക്കണക്കിന് രൂപ പലിശയായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യത്തിനും തീരുമാനം ഇല്ലെന്നൊന്നും വിചാരിക്കരുത്. എന്താ കാര്യം? നീ ദൈവത്തിൻ്റെ തിരുസന്നിധി ഇരിക്കണം. എന്നെപ്പോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അങ്ങീര്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയത്തിനെല്ലാം എന്ത് വിഷയമായാലും ചീഞ്ഞ കേസായാലും ഈ ആധ്യാത്മികയുടെ അടിസ്ഥാനത്തിൽ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് നിത്യം ആരാധന നടത്തുന്ന ഈ ആധ്യാത്മികത, ഉടമ്പടി ആധ്യാത്മികത അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതകാര്യത്തിന് തീരുമാനം ഉണ്ടാകും. ഇന്ന് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങേ പോലെ ആരാധന സ്നേഹിച്ചിടാൻ ആദില്ല ആർക്കുമേ. അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആദില്ല ആർക്കുമേ. ജീവനേ സ്വന്തമേ അങ്ങേവായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേവായുന്നു ഞാൻ. ആരാധന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നെഞ്ചത്തെ കട്ടിയുമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അത്രയും ഭാരം ഈ സംഭവത്തിനില്ല. നിങ്ങൾ ഇല്ലാത്ത ഭാരം വല്ലാതെ അനുഭവിക്കുന്ന ആൾക്കാരാണ്. അത്രയും ഭാരമില്ല ഈ വിഷയത്തിന്. ഇപ്പം 54 വയസ്സായിട്ടുള്ള ചേടുത്തി പ്രസവിച്ച കാര്യം കഴിഞ്ഞ മാസങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു അല്ലേ. 54 വയസ്സുള്ള ആൾ പ്രസവിക്കുക. അപ്പോൾ അങ്ങ് പ്രസവിക്കാൻ തോന്നുക എന്ന് തന്നെ പറഞ്ഞതാണ് തന്നെ വലിയ കാര്യമാണ്. അതെന്താണ് അങ്ങനെ തോന്നണത്? ഭയങ്കരമായ സങ്കടമായ ഒരു അവസ്ഥ അവർക്ക് വന്ന്. എന്താണ്? അവിടെ 21 വയസ്സുള്ള മകൻ വണ്ടി ഇടിച്ച് മരിച്ചു. അപ്പോൾ സ്വാഭാവികമായി ഒരു മകനേ ഉള്ളൂ, അവൻ വണ്ടി ഇടിച്ച് മരിച്ചാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാൻ എപ്പോഴും അത് ഇരുന്ന് ചിന്തിക്കും. കാര്യം അത് കഴിഞ്ഞ മാസം സംഭവിച്ച സാക്ഷ്യമാണത്. ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളൊക്കെ ഇതുപോലെ വേറെ ഒരു ലെവൽ സാക്ഷ്യങ്ങളാണ്. അതാണ് മറ്റ് പ്രാർത്ഥനകളും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം. വേറെ ഒരു ലെവലാണിത്. എൻ്റെ സാക്ഷ്യങ്ങളെല്ലാം ഉടമ്പടി വൃത്തിയും മെയിനായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ വേറെ ഒരു ലെവലാണ്. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവ് ദൈവമേ, ഉടമ്പടി അതിൻ്റെ തനതായ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ പ്രാബല്യത്തിൽ വരുത്തുവാൻ അഥവാ പ്രയോഗിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഇപ്പോൾ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസം ഉണ്ടായിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഞാൻ 21 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുള്ളത് ഞാൻ എപ്പോഴും പറയും. അത് നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണതാണ്. പക്ഷേ എങ്കിലും ഇപ്പോഴും ഞാൻ പറഞ്ഞ വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രം വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെന്താ സംഭവം, നമ്മളെ ഗതി പിടിക്കാത്തതിൻ്റെ കാരണം ഈ വിശ്വാസം മാത്രം പ്രയോഗിക്കുന്ന കൊണ്ടാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നിങ്ങളവർക്കും വിശ്വാസമല്ലേ എല്ലാം? വിശ്വാസം ഒരു പുല്ലുമല്ല. നമ്മളൊക്കെ പരസ്യം വരെ കേട്ടില്ല, വിശ്വാസമല്ലേ എല്ലാം. വിശ്വാസം ഒരു പുല്ലുമല്ല. വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ പണി മേടിക്കും. വിശ്വാസം കൊണ്ട് ഹെവി ഡ്യൂട്ടി എടുക്കാൻ വലിയ പാടാണ്. വിശ്വാസമല്ല വിഷയം. ഉടമ്പടി വരുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വിശ്വസ്തതയാണ്. ഫിഡേലിറ്റി, ഫെയ്ത്ത് അല്ല, ഫിഡേലിറ്റി. ഇത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ABCD വിശ്വാസിയായിട്ടിരിക്കും. അങ്ങനെ മരിക്കുകയും ചെയ്യും. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടന്ന് മരിക്കും. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. മറിയത്തിൻ്റെ ആധ്യാത്മികത എന്താ പറയണത്? ഇപ്പോൾ 1:49 ശ്രുതികട്ടെ. ലുക്ക 1:49 ശ്രുതികട്ടെ. ഹല്ലേലൂയ വായിച്ചോളൂ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വിശുദ്ധ ലൂക്കാസ് വിശേഷം 1:49 ഏറ്റു പറഞ്ഞ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈവീശിക്കൊണ്ട് മരിയൻ സ്പിരിച്വാലിറ്റി പ്രൊമോട്ട് ചെയ്യണത് മേജർ പ്രോജക്റ്റാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അല്ല കൊച്ചു പനി മാറി അങ്ങനെയല്ല സംഭവങ്ങളല്ല. പരീക്ഷ ജയിച്ചു അതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളല്ല. മരിയൻ സ്പിരിച്വാലിറ്റി പ്രൊമോട്ട് ചെയ്യേണ്ടത് മേജർ പ്രോജക്റ്റാണ്. അതാണ് ലുക്ക 1:49 പറയുന്നത്. എന്താണ്? ശക്തനായവൻ. പറഞ്ഞേ, ശക്തനായവൻ. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ്, മരിയൻ കൺസെപ്റ്റ് എന്താണ്? ഗോഡ് ഈസ് ഓൾ പവർഫുൾ, ശക്തനാണ് അല്ലേ, ഓംനിപൊട്ടൻറ്റ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള മരിയൻ കൺസെപ്റ്റ് അതാണ് ഒരു വിശ്വാസിയുടെ, ഒരു ഉടമ്പടി വിശ്വാസിയുടെ കൺസെപ്റ്റ് അതാണ്. എന്താണ്? ഗോഡ് ഈസ് ഓംനിപൊട്ടൻറ്റ്, ശക്തനായവനാണ്. ശക്തനായവൻ എന്താ ചെയ്യണത്? വലിയ കാര്യങ്ങളാണ് ചെയ്യണത്. അപ്പം അതുകൊണ്ട് തന്നെ നിനക്ക് വലിയ കാര്യങ്ങൾ എന്ന് നിൻ്റെ മനസ്സിൽ വന്നാൽ ഉടനെ നീ പറയണം, ഞാൻ വിശ്വസിക്കുന്നത് ശക്തനായവനിലാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ ലോജിക്ക് അതാണ്. ഒരു വലിയ കാര്യം നിനക്ക് ഉണ്ടായാൽ അപ്പം തന്നെ നിനക്ക് മനസ്സിലാകാമല്ലോ അത് നീ ചെയ്യേണ്ട കാര്യമല്ലെന്ന്. ഇല്ലേ? നമുക്കൊരു വലിയ കാര്യം വന്നു, ഒരു വലിയ കാര്യം വന്നു. അപ്പോൾ വലിയ കാര്യം വരുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാകാം ഇത് ചെയ്യേണ്ടത് ഞാനല്ല. ഒരു സിമ്പിളല്ലേ? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഉടനെ മനസ്സിലാകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷി ഇവിടെ ഉണ്ട്. 5-ാം തീയതി, മെയ് 5-ാം തീയതി സാക്ഷ്യം. അപ്പോൾ ആലപ്പുഴ ഒരു മൈക്കിൾ ജോൺ, തത്തമ്പള്ളി, ആലപ്പുഴ ടൗണിലാണ്, തത്തമ്പള്ളി എന്ന് പറയും. അപ്പോൾ അവിടെ മൈക്കിൾ ജോൺ എന്ന് പറഞ്ഞൊരു സഹോദരൻ, അയാൾക്ക് 50 വയസ്സ് കാണുമായിരിക്കും. അയാളുടെ സാക്ഷ്യത്തിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരു ഹിഡിനെസ്സൊക്കെ തോന്നിയപ്പോഴേ 2020 അദ്ദേഹം പോയി ചെക്കപ്പ് നടത്തി. 2020 പോയി ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് പമ്പിങ് കുറവാണെന്ന് പറഞ്ഞ്, ഹൃദയത്തിൻ്റെ പമ്പിങ് കുറവാണ് എന്ന് പറഞ്ഞു. പമ്പിങ് വളരെ മോശമായ രീതി കുറവാണ്, എന്നുവെച്ചാൽ 40 ഉള്ളൂ കൗണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ശ്വാസം മുട്ടലുണ്ടാവും.
അപകടങ്ങൾ സംഭവിക്കും. അപ്പോൾ പിന്നെ എന്താണ് പോംവഴി? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഭയങ്കരമാണ്, കൃപാസനം അടച്ചു പോയെന്ന്. സങ്കടമാണ് അദ്ദേഹത്തിന്. ഒരു ഹാർട്ട് അറ്റാക്ക് വരെ ഒരു നിമിഷങ്ങളിൽ ചെന്ന് എത്തിക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് ഓർത്തത് കൃപാസനത്തെക്കുറിച്ചാണ്. പക്ഷേ കൃപാസനം അന്ന് അടച്ചു പോയെന്ന്. എന്താ കാര്യം? കോവിഡ് ആയത് കാരണം ഗവൺമെൻറ് അടപ്പിച്ചില്ലേ വന്ന്, അപ്പം അതുകൊണ്ട് അടച്ചു പോയി. പക്ഷേ ഇതിന് പിന്നെ അദ്ദേഹം പറയണേ, അടച്ചു പോയെങ്കിലും ഞാൻ ഓൺലൈൻ ഉടമ്പടി തുടങ്ങിയത് വലിയ ആശ്വാസമായി. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തെന്ന്. ഓൺലൈൻ ഉടമ്പടി ഇപ്പോൾ ഈ ആഴ്ചയിലൊക്കെ ഒത്തിരി പേര് സാക്ഷ്യം പറയുന്നുണ്ട് ഓൺലൈൻ ഉടമ്പടിയുടെ. അതായത് അമ്മ ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, എവരിത്തിങ്. എന്തെല്ലാം വിഷയമാണ് നമ്മുടെ മനുഷ്യർക്കുള്ളത്, അവരെ ആരെല്ലാം വിശ്വാസത്തോടെ എന്തെല്ലാം കാര്യങ്ങൾ അമ്മയുടെ മധ്യസ്ഥത ചെയ്യുന്നു, ആ ശക്തനായവൻ്റെ മധ്യസ്ഥയിൽ ആശ്രയിക്കുന്നു, അതെല്ലാം വലിയ കാര്യങ്ങൾ അമ്മ ചെയ്യും. അത് മധ്യസ്ഥത്തിലെ. അപ്പോൾ ഈ ഓൺലൈൻ ഉടമ്പടി ചെയ്തതിന് ശേഷം ഇയാൾക്ക് എന്താ കിട്ടിയെന്ന് വെച്ചാൽ സർവൈവിങ് കിട്ടി. ആ 40 ഡിഗ്രി ആണെങ്കിലും കൗണ്ടേ ഉള്ളെങ്കിലും സർവൈവിങ് കിട്ടി, നിലനിൽപ്പ് കിട്ടി. നിലനിൽപ്പ് വലിയൊരു കാര്യമാണേ. ഇപ്പം ഞാനിവിടെ കിഡ്നി രോഗികളെല്ലാം പ്രാർത്ഥിക്കും. എനിക്ക് എന്താ കിഡ്നി രോഗികളെ പ്രാർത്ഥിക്കണത്? ക്രിയാറ്റിൻ ബ്ലോക്ക് ചെയ്യാനും പ്രാർത്ഥിക്കുന്നതാണത്, അല്ലേ? എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിയാറ്റിൻ കുറഞ്ഞ് അതിൻ്റെ ഫിൽറ്ററിങ് കപ്പാസിറ്റി, അതായത് പ്രാർത്ഥിച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് കിഡ്നി രോഗികളുടെ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്, 2 കിഡ്നിയെ മുട്ടിച്ച് പ്രാർത്ഥിക്കണം. എന്തിനാണ്? അപ്പോൾ അതുകൊണ്ട് എത്ര പേരാണ് അങ്ങനെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്? എനിക്ക് തന്നെ ക്രിയാറ്റിൻ കൂടുതലായിരുന്നു. ഞാനിവിടെ ഇവിടെ തൈലമൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ച കാര്യം ടെൻഷനായിരുന്നു. ഇടവകയും നോക്കണം, ഇതും നോക്കണം, ഓട്ടോ ആണ്, പലത് നീ പറഞ്ഞ എന്തെല്ലാം തരം മിഷനാണ്. കർത്താവ് തന്ന എല്ലാ മിഷനോടും ഞാൻ സന്തോഷത്തോടെ യേസ് പറഞ്ഞിട്ടുണ്ട്. അതിന് പലയിടത്തും ഞാൻ ഞെരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പ്രഷർ വന്നിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ക്രിയാറ്റിൻ കൂട്ടിയുണ്ട്. പക്ഷേ എന്താ പ്രശ്നം? പ്രാർത്ഥിച്ച് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യും. എല്ലാത്തിനെയും എന്ത് വിഷയമാണെങ്കിലും പ്രാർത്ഥിച്ച് ഹൃദയമായാലും ഹാർട്ടായാലും ബിൽഡ്രൂവിനായാലും കരളായാലും പ്രാർത്ഥിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്താ കാര്യം? നമ്മൾ യേശുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. കാര്യം എന്താണ്? ദൈവം സമസ്തവും. 1 കൊറിന്ത്യർ 15:26 എന്താ പറയണത്? ദൈവം സമസ്തവും എന്ന് പറഞ്ഞേ. ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. അതിനകത്ത് എല്ലാം ഉണ്ട്. 1 കൊറിന്ത്യർ 15:26 ദൈവം സമസ്തവും എന്ന് പറഞ്ഞ് ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. ആ വചനം പറഞ്ഞ നിങ്ങള് ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. അപ്പോഴേ 27 ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15:27 1 കൊരിന്ത്യർ 15:27 വായിച്ചോളൂ. ദൈവം സമസ്തവും അധീനമാക്കി തൻ്റെ പാദത്തിന് കീഴാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രശ്നം. അതായത് ചങ്കായാലും കരളായാലും കിഡ്നി ആയാലും ജപ്തി ആയാലും നോട്ടീസ് ആയാലും കേസായാലും കടമായാലും സമസ്തവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം സമസ്തവും. ആ ഒരു ബോധം ഉണ്ടാകണം. യേശു ആകുന്ന ഒറ്റ നാമത്തിൻ്റെ താഴെയാണ് ദൈവം സമസ്തമാക്കി തീർത്തിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിന് ഇല്ലാതിരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. സമസ്തം വരത്തില്ലായിരുന്നു. യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്യാതിരുന്നെങ്കിൽ ഈ സമസ്തമൊന്നും കൊണ്ടും വരത്തില്ല. എന്താ കാര്യം? ദൈവത്തിന് വേദനയില്ലല്ലോ. അപ്പം സമസ്തം പറയാൻ പറ്റത്തില്ല. മനുഷ്യന് വേദന മാത്രമല്ലേ ഉള്ളൂ. ഈ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം, അതിൻ്റെ ഉദ്ദേശം എന്താണ്? പാപമൊന്നുമല്ല. പാപം ഒരു സെക്കൻഡറി ആയിട്ടുള്ള ഇതാണ്. പക്ഷേ മനുഷ്യനോട് സാരൂപ്യപ്പെടുക, മനുഷ്യനോട് ഐക്യദാർഢ്യം പ്രവർത്തിക്കുക, അതിൻ്റെ പേരിലാണ് ദൈവം മനുഷ്യനായി. അതല്ലേ അവൻ നമ്മുടെ വേദനകളാണ് ചുമന്നത്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു എന്നൊക്കെ ഈശോയെക്കുറിച്ച് പറഞ്ഞില്ലേ 53:7 ഐസയ. ശ്രുതികട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഐസയ 53:7 വായിച്ചോളൂ. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എന്ന് പറഞ്ഞ് അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. ഏശയ്യ 53:5 നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു,
നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതായത് നമ്മുടെ ഭാരങ്ങളും നമ്മുടെ അതിക്രമങ്ങളും എല്ലാം അവൻ ഒരു കുരിശായി മുൾക്കിരീടമായി സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തപ്പോഴാണ് സമസ്തത്തിൻ്റെ എന്നിട്ടാണ് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമസ്തം വരണത്. അതിൻ്റെ തന്നെ ക്യാൻസറും എല്ലാ സംഭവവും വരണത്. അതായത് മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാത്തിനും പരിഹാരം ആരാണ്? യേശുവാണ്. അതാണ് യേശു എല്ലാമാണെന്ന് പൗലോസ് പറയണത്. കൊളോസ്യസ് 3:11. കൊളോസ്യസ് 3:11 ഏറ്റു പറഞ്ഞേ. കൊളോസ്യൻസ് 3:11. യേശുക്രിസ്തു എല്ലാമാണ്, യേശുക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. പിടിയിട്ടില്ലേ? അപ്പോൾ യേശുക്രിസ്തു എല്ലാം ആകണം എപ്പോഴാണ്? അവൻ മനുഷ്യപ്രകൃതി എടുത്തതിന് ശേഷം മനുഷ്യൻ്റെ വേദന അവൻ സ്വയം ഏറ്റെടുത്ത് അതിന് പാപത്തിന് പരിഹാരം ചെയ്ത് അവൻ മരണം പ്രാപിച്ചതിന് ശേഷം ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കഴിയുമ്പോഴാണ് വേദനയും രോഗവും എല്ലാ ക്ലേശങ്ങളും എല്ലാം അവൻ്റെ നാമത്തിൻ്റെ കീഴിലായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ടാണ് അവൻ്റെ നാമം കേൾക്കുന്ന മാത്രയിലെ ഭൂസ്വലോകങ്ങളിലുള്ള എല്ലാ ജീവജാലങ്ങളും മുഴങ്കാലും അടക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. കാര്യം എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ. നടപടി 3:6 നടപടി 3:6 നടപടി 3:6 നടപടി 3:6 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല, എന്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് നൽകുന്നു. യേശുവിന്റെ നാമത്തിലെ, യേശുവിന്റെ നാമത്തിലെ, യേശുവിന്റെ നാമത്തിലെ, കർത്താവ് യേശുവിന്റെ നാമത്തിലെ ഞാൻ എഴുന്നേറ്റ് നടക്കും. ഞാൻ ഈശോയുടെ നാമത്തിലെ പ്രഖ്യാപിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് നടക്കും. പൊന്നില്ലെങ്കിലും വെള്ളിയില്ലെങ്കിലും ഞാൻ ക്ഷീണിതനാണെങ്കിലും ഞാൻ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുവിന്റെ നാമത്തിലെ പ്രഖ്യാപിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് നടക്കും. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. എന്നാത്തിനാ പ്രാർത്ഥിക്കേണ്ടത്? ഈ അനുഗ്രഹം അനുഭവിക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള സംഭവമല്ല. പറഞ്ഞ മനസ്സിലായ? ഈ അനുഗ്രഹം കിട്ടിയിട്ട് കാര്യമില്ല, അനുഭവിക്കണ്ടേ? ഇപ്പം 54 വയസ്സുള്ള ചേട്ടത്തി ഒരു കുഞ്ഞിനെ പ്രസവിച്ചെന്ന് പറഞ്ഞില്ലേ? എന്താ കാര്യം? അവരുടെ കുട്ടി 21ാമത്തെ വയസ്സിൽ മരിച്ചു പോയിട്ടാണ്. അപ്പോൾ അവർ ഭർത്താവും ഭാര്യയും തകർന്ന് തരിപ്പണമായി. ഒരു കുഞ്ഞല്ലേ ഉള്ളൂ, ഒരു കുട്ടിയല്ലേ ഉണ്ടാവുള്ളൂ. അവനാ വണ്ടി ഇടിച്ച് മരിച്ചത്. ഇതെന്താ സംഭവിച്ചത്? എന്തെങ്കിലും അത്യാഹിതങ്ങളൊക്കെ സംഭവിക്കണത് സ്വാഭാവികമായിട്ട് എല്ലാപ്പോഴും അല്ല, ചിലപ്പോഴെങ്കിലും ഉടമ്പടി ലംഘനവുമായിട്ട് പ്രൊട്ടക്ഷൻ പോകും. നമുക്ക് ഉടമ്പടി എടുക്കത്തില്ലേ? അപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കുകയാണ്, വിവാഹം ഉടമ്പടിയല്ലേ? വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ആ ഉടമ്പടി എന്തൊക്കെയാണ് നമ്മൾ പറയണത്? വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണമായി വളർത്താം. മാതാപിതാക്കന്മാർ തമ്മിൽ മരണം വരെ വേറെ. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി, ഞാൻ സിംഗിൾ മദറാണെന്ന്. നീ അതെന്ത് പേര്? അവൾ ഡൈവേഴ്സ്ഡ് ആണെന്ന് പറഞ്ഞതിന് വേണ്ടി പുതിയ വാക്യം കണ്ടുപിടിച്ച് വന്നിരിക്കുകയാണ് പാർട്ടി. ഞാൻ സിംഗിൾ മദറാണെന്ന്. അതിൻ്റെ അർത്ഥം ഷീസ് ഡൈവേഴ്സ്ഡ്. ചിലപ്പോൾ അവളുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനെ ആയത്. അപ്പോൾ ഈ ഡൈവേഴ്സുകാരെല്ലാം കൂടി പുതിയൊരു മതം ഉണ്ടാക്കുകയാണ്. സിംഗിൾ മദർ, ഡബിൾ മദർ, ട്രിപ്പിൾ മദർ. മാതാവേ, അപ്പോൾ അഭ്യാസമൊന്നും കാണിക്കരുത്. ഈ 21 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു സത്യമുണ്ട്. ഈ പല വിഷയങ്ങളും നിങ്ങളുടെ ഡൈവേഴ്സിന് ദൈവത്തിൻ്റെ കൺകറൻസ് ഇല്ല. സഭയിലെ നിലയം വിളിച്ച് ഓടി നടന്ന് ഓരോ സഭ പിന്നെ നിയമമൊക്കെ നോക്കി കരുണയൊക്കെ നോക്കി പിന്നെ ഇത് ഈ ഭക്ഷണം കഴിക്കാതെ ജീവിക്കണമല്ലോ എന്ന് ഓർക്കും. എങ്ങനെയാ? കുർബാന സ്വീകരിക്കാതെ ജീവിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ, സഭയ്ക്കൊരു ബാധ്യതയില്ല എന്ന് ഓർക്കുമ്പോൾ, കുറേ നാളിങ്ങനെ നടത്തി കഴിയുമ്പോൾ അത് എന്തെങ്കിലും ലൂപ്പ് ഹോൾ നിങ്ങളെ രക്ഷിക്കാനുള്ളത് നിയമപരമായിട്ട് കണ്ടെത്തിയ നിങ്ങളെ സഭ വെറുതെ വിടും. പക്ഷെ ദൈവം വെറുതെ വിടത്തില്ല. ഉള്ള കാര്യം ഞാൻ പച്ചക്ക് പറയുകയാണ്. നിങ്ങൾ എന്ത് ഗ്രൗണ്ടിലാണ്? സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വെറുതെ വിടത്തില്ല. കാര്യം നിങ്ങളെ സമ്പത്തിനേക്കാൾ പ്രാധാന്യം കൊടുത്തില്ല, ഐഡോളട്രി ആയില്ലേ? അപ്പോൾ ഭർത്താവിന് ജോലിയില്ല, എന്നെ പറ്റിച്ചു. ഞാൻ MSc BEd ആണ്.
അവരെന്നോട് പറഞ്ഞത് അവനും MSc ആണെന്നാണ്. നോക്കിയപ്പോൾ BCom ഉള്ളെന്ന് പറയും. അതിനെ പറ്റിച്ചു. അതും ദൈവം ഏക്കണില്ല, ആ സാധനം ഏക്കത്തില്ല. ശ്രദ്ധിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ഒരു മനസ്സിന് യേശുവേ യേശുവേ ആരാധന ആരാധന. അവസാനം നൽകണമേ. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 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 ശക്തിയൊക്കെയോടും എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിനച്ചു വാഴും, എന്നിലെഴുന്നള്ളണേ. എൻ ശക്തിയൊക്കെയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിനച്ചു വാഴും, എന്നിലെഴുന്നള്ളണേ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മയെ പോലെ അമ്മയെ പോലെ ഏത് കാലാവസ്ഥകള് ഏത് കാലാവസ്ഥയിലും മാറി മാറി വന്നാലും മാറി മാറി വന്നാലും സന്തോഷത്തോടെ സന്തോഷത്തോടെ വിശുദ്ധതയോടെ വിശ്വസ്തയോടെ അത് പാലിച്ച് പാലിച്ച് പൂർത്തിയാക്കുന്ന അതേ പരിശുദ്ധാത്മാവിനാൽ അതേ പരിശുദ്ധാത്മാവിനാൽ ഉടമ്പടിയുടെ പരിശുദ്ധാത്മാവിനാൽ ഉടമ്പടിയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം അഭിഷേകം ചെയ്യണമേ, ചെയ്യണമേ. എന്നെ എന്നെ അനോയിന്റ് ചെയ്യണമേ, അനോയിന്റ് ചെയ്യണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. വളരെ ശക്തമായ ദൈവ ചൈതന്യം ഓളം വെട്ടുന്ന ഒരു സമയമാണ്. വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെ 2 മണിക്കൂർ ആരാധനയുടെ ശക്തമായ അഭിഷേക നിമിഷത്തിലാണ് നിങ്ങളും ഓൺലൈനിൽ പ്രാർത്ഥന കൂടുന്നവരും. ആ ഓൺലൈനിൽ പ്രാർത്ഥന എപ്പോൾ കൂടിയാലും ഇതേ ഇഫക്റ്റിലാണെന്നുള്ളത് സാക്ഷ്യങ്ങൾ പരിശോധിക്കുക മനസ്സിലാകും. അതുകൊണ്ട് രോഗമുള്ളിടത്തൊക്കെ കൈവെക്കുക, രോഗമുള്ളിടത്ത് കൈവെക്കുക. ഉദരരോഗമുള്ളവരെ ഉദരത്തിൽ കൈവെക്കുക. കിഡ്നി രോഗികളെ നടുവിൽ കൈവെക്കുക. ശ്വാസകോശ രോഗികളെ, ഹൃദയ രോഗികളെ, കരൾ രോഗികളെ നെഞ്ചിൽ കൈവെക്കുക. തൈറോയ്ഡ് രോഗികൾ, ടോൺസിറ്റ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കുക. ശിരസംബന്ധമായ രോഗങ്ങളുള്ളവരെ ശിരസ് കൈവെക്കുക. സ്പോണ്ടിലോസിസ്കാർ പിൻകഴുത്തിൽ കൈവെക്കുക. PCOD രോഗമുള്ളവരെ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. പാങ്ക്രിയാസ് രോഗമുള്ളവരെ നെഞ്ചിൻകൂടിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കുക. മക്കളില്ലാത്തവരെ കൂടിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോഴും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഒരുപക്ഷെ ഈ ഒരു മാസത്തിൽ ഏറ്റവും വലിയൊരു സമയമാണ് നിങ്ങളുടെ. അനേകായിരങ്ങൾ ഈ സമയത്താണ് ദൈവം ഇടപെട്ടിരിക്കുന്നത്. കർത്താവേ, ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈശോയെ. അങ്ങയുടെ പുരോഹിതൻ, അങ്ങയുടെ അഭിഷിക്തൻ, എൻ്റെ 36 കൊല്ലത്തെ കൃപാനയുടെ യോഗ്യതയാൽ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ കർത്താവേ ഈ മക്കൾക്ക് അടയാളങ്ങൾ നൽകണമേ. മർക്കോസ് 16:20 പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവ് അവരോടുകൂടെ സഹകരിച്ചതുപോലെ കർത്താവെ ഞങ്ങളോട് കൂടെയും കർത്താവ് സഹകരിക്കണമേ കർത്താവെ അടയാളങ്ങൾ കൊണ്ട് കർത്താവെ ഉടമ്പടിയെ സ്ഥിരീകരിക്കണമേ കർത്താവെ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ കർത്താവ്, തീർത്ഥാടന ഉടമ്പടിയിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ എല്ലാവരുടെ ഉടമ്പടികളെ കർത്താവെ ഉടമ്പടി ചെയ്യാൻ പോകുന്നവരെ കർത്താവെ കേൾക്കുന്ന ഉത്തരം അറിയുന്ന നല്ല ദൈവമേ,
25, 23 പ്രാർത്ഥിക്കുന്നു. 24 ഐസയ 65, 24 പ്രാർത്ഥിക്കുന്നു. ഞാൻ കേൾക്കുന്നുമ്പേ, ഞാൻ വിളിക്കുന്നുമ്പേ അവർക്ക് ഉത്തരമടക്കം കർത്താവേ. ആ വാക്കം കർത്താവേ അങ്ങ് പാലിച്ചുകൊണ്ട് കർത്താവ് ഇപ്പോഴ് ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ കർത്താവേ അവരുടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവേ നിന്റെ വലത് കറന്നിട്ടുള്ള പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഈ കാലമെല്ലാം എടുത്ത ഉടമ്പടി എടുത്തുപോയവരുടെ പ്രാർത്ഥനയാൽ, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാൽ, യേശുവിന്റെ നാമത്തിൽ കൃപാസ്ഥാനം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ മാരക രോഗങ്ങൾ, തിരവേദികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരണമേ, സദയം തൊടേണേ. സുഖമായിടും എൻ്റെ ഉള്ളം. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ എല്ലാവിധ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ പരിശോധിക്കും, മനസ്സിലാകും. എത്ര ഹെവി ഡ്യൂട്ടിയുള്ള വിഷയമായാലും, കാലഹരണപ്പെട്ടെന്ന് വിചാരിച്ച വിഷയമായാലും, ഫയൽ ക്ലോസ് ചെയ്ത വിഷയമായാലും, വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യമായാലും അമ്മ അത് നടത്തി തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. നിങ്ങൾക്ക് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ പറയണതിൻ്റെ അന്വർത്ഥമാകുന്നത് ഉടമ്പടിയിലാണ് കാര്യം. ഉടമ്പടി ഒരാൾ ഉഴപ്പിയാലും ഈശോ അത് ഏറ്റെടുത്തിരിക്കും. അതുകൊണ്ട് നിനക്ക് സന്തോഷിക്കാം. പക്ഷേ അതേസമയം തന്നെ വിശ്വസ്തത പാലിക്കണമെന്നാണ് ഇന്നത്തെ കർത്താവിൻ്റെ വചനത്തിൻ്റെ അകംപൊരുള്. കർത്താവെ, ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒത്തിരിയേറെ സാമ്പത്തികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ ഞങ്ങൾ ഈ സമയത്ത് മനസ്സിലോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ കർത്താവെ, പഠനങ്ങളിൽ ഓരോരുത്തരും എത്താത്തവർ, പഠനം കൂമ്പടഞ്ഞു പോയവരെ, അവരെ ഇപ്പോഴും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോ, ജോലി നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവെ, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോ, വിവാഹം ഒത്തുവരാത്തവരെ, ഒത്ത വിവാഹം കർത്താവെ അത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നവരെ, വിവാഹത്തിൻ്റെ മോചനത്തിൻ്റെ വക്കിലെത്തിപ്പോയവർ കർത്താവെ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പരീക്ഷ എഴുതുന്നവരെ, യോഗ്യത പരീക്ഷകൾ, മത്സര പരീക്ഷകൾ കർത്താവെ എല്ലാം എഴുതുന്നവരെ, എഴുതിപ്പോയി കഴിഞ്ഞവരെ കർത്താവെ, അത് പൊളിഞ്ഞു പോയല്ലോ എന്നോർത്തിട്ട് തോക്കുമെന്നോർത്ത് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവരെ എല്ലാം നീ ഏറ്റെടുക്കണമേ കർത്താവെ. എസെക്കിയേലിന് 37-ാം അധ്യായത്തിൽ കർത്താവെ എല്ലാം ജീർണ ചസ്തികളുടെ മേൽ ആത്മാവ് ചലിച്ചതുപോലെ കൈവിട്ടുപോയ എല്ലാ അവസ്ഥകളുടെ മേൽ, നിർജ്ജീവമായ കടകൾ, കമ്പോളങ്ങൾ, വ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ, റിസോർട്ടുകൾ, അതുപോലെ ഹൗസ് ബോട്ടുകൾ, അതുപോലെ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള എല്ലാ തകർച്ചകൾ, കടങ്കര് വള്ളങ്ങൾ ഇരുന്ന് പോകുക കർത്താവ്. എസെക്കിയേൽ 37 പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈശോയെ, തകർന്ന ജീർണ ചസ്തികളിലൂടെ ആത്മാവ് ചലിച്ച പോലെ മറിയ പരിശുദ്ധ അമ്മയിൽ അധിവസിച്ച പരിശുദ്ധാത്മാവ്, ഉടമ്പടിയുടെ ആത്മാവ് ഇപ്പോഴും കർത്താവ് നിങ്ങളുടെ ജീർണതകളിലൂടെ സഞ്ചരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ, സാമ്പത്തിക കടങ്ങൾ, നഷ്ടപ്പെട്ട തൊഴിലുകൾ, തോറ്റുപോയ പരീക്ഷകൾ എല്ലാം ഈശോ ഈ നിമിഷം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ഏറ്റെടുക്കട്ടെ, നിങ്ങൾ വിജയിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കിട്ടുന്ന രേഖകൾ ചിലപ്പോൾ വിസ ആയിരിക്കാം, ചിലപ്പോൾ റിലീവിങ് ഓർഡർ ആയിരിക്കും, ചിലപ്പോൾ അക്കാമയായിരിക്കാം, ചിലപ്പോൾ തിരിച്ചു പോകാനുള്ള പേപ്പറായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വിത്ത് ഹെൽഡായി പോയി കാണാം, ചില പ്രമാണങ്ങൾ കാണാതായി പോയി കാണാം, ചിലപ്പോൾ നമ്മളുടെ വീടിൻ്റെ പുരയിടത്തിൻ്റെ പ്രമാണങ്ങളോ പട്ടയങ്ങളോ മുന്നാധാരങ്ങളോ കാണാത്ത അവസ്ഥയാകാം. എല്ലാ വിഷയങ്ങളും ഇപ്പോഴ് പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുക. എന്ത് വിഷയങ്ങളോ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലേക്ക് ഏൽപ്പിക്കുക. കർത്താവ്, എപ്പിലെപ്സി രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയോ, അതുപോലെ ഒത്തിരിയേറെ സ്റ്റിറോയിഡുകൾ കഴിക്കുന്ന മക്കളെ, ഡ്രൈക്കാഡിൻ പോലെ മാനസിക രോഗത്തിന് പോയി മരുന്ന് കഴിക്കുന്ന മക്കളെ, അവിടെ ഔഷധങ്ങളെ എല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. അപസ്മാര രോഗികൾ, അതുപോലെ എപ്പിലെപ്സി രോഗികൾ, ഓട്ടിസം രോഗികൾ, ഡൗൺ സിൻഡ്രോം ഉള്ളവർ, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവർ കർത്താവിൻ്റെ രക്തത്താൽ ഇപ്പോൾ തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവിൻ്റെ രക്തത്താൽ ഇപ്പോഴും തളിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ രോഗങ്ങൾ ഉള്ളംകാലം മുതൽ ഉച്ച വരെ കർത്താവ് ഏറ്റവും വലിയ കീമോയായ കർത്താവിൻ്റെ രക്തത്താൽ കിഡ്നി രോഗങ്ങൾ, കർത്താവ് കരരോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഇപ്പോൾ സമാപനാശീർവാദം മുട്ടി നിൽക്കുക. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. കൃപാസനാൽത്താരയിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും സാക്ഷ്യം പറയുവാനും എല്ലാ ദിവസവും സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ ആൾക്കാർ വരണത് ചിലപ്പോൾ രാത്രി 2 മണിക്ക് വരും. ആൾക്കാർ ട്രെയിനിലൊക്കെ വരുന്നവർ ചിലർ 5:30 മണിക്ക് വരും. പക്ഷേ 6:30 മണി തൊട്ടാണ് ഞങ്ങൾ ചീട്ട് കൊടുക്കണത്. ആദ്യം വരുന്നവർക്കൊക്കെ ചെറിയ ചീട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, നമ്പറൊക്കെ കൊടുത്തിട്ട്. അല്ലെങ്കിൽ അവർക്ക് ആദ്യം പോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യും. പിന്നീട് ഞങ്ങൾ കറക്റ്റ് ചീട്ട് ആദ്യം വരുന്നവർ തൊട്ട് കറക്റ്റായിട്ട് ചീട്ട് കൊടുത്തുകൊണ്ടിരിക്കും ഓഫീസിൽ നിന്ന്. ഔദ്യോഗികമായ ടോക്കൺ, ചീട്ടല്ലേ ടോക്കൺ, അത് 6:30 മണി തൊട്ടാണ് കൊടുക്കണം ചീട്ട്. നിങ്ങൾ 5:30 മണിക്ക് വന്നിട്ട് ചീട്ട് ടോക്കൺ താന്ന് പറയരുത്. കാരണം ടോക്കൺ കൊടുക്കുന്നത് 6:30 മണിക്കാണ്. എന്നിട്ട് 7:30 മണിക്ക് കുർബാന. 7:30 മണി ചിലപ്പോൾ 7:45 പോകും. 7:30 മണിക്ക് കുർബാന. അതിനുശേഷം അച്ഛൻ്റെ ക്ലാസ്, ഉടമ്പടി ക്ലാസ്. അത് കഴിയുമ്പോൾ ഉടമ്പടി പുതുക്കാനുള്ളവർ കൗൺസിലിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ആദ്യത്തെ ഫ്ലോറിൽ. സെക്കൻഡ് ഫ്ലോറിൽ ചെല്ലുമ്പോൾ ഉടമ്പടി എടുക്കാനുള്ളവർ സെക്കൻഡ് ഫ്ലോറിലേക്ക്. അത് ഇന്നും അങ്ങനെ തന്നെ. രണ്ടാമത്തെ അറിയിപ്പ് എന്ന് പറഞ്ഞാൽ അച്ഛനെ കാണാനുള്ളവരാണ്. ഒരു കാര്യം വൃത്തിയായിട്ട് പറയുകയാണ്, ഞാൻ എല്ലാവരെയും കാണും. എവരിബഡി. ഞാൻ ഒരു മാസം 2000 പേരെ കാണുന്നുണ്ട്. പോരെ, 2000 പേരെ കാണുന്നുണ്ട്. ദാറ്റ് മീൻസ് വിത്തിൻ ഒരു 60-നും 80-നും ഇടയ്ക്ക് ആൾക്കാരെ ഓരോ ദിവസം കാണുന്നുണ്ട്. മിക്കവാറും തന്നെ ഞാൻ ഇവിടെ ഉണ്ട്. വെരി സീരിയസ് വിഷയം ഉണ്ടെങ്കിൽ പുറത്ത് പോകുമ്പോൾ അതറിയിക്കും നിങ്ങളെ. അതിനൊരു നമ്പറുണ്ട്. അച്ഛനിവിടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഒരു നമ്പറുണ്ട്. അത് സബിത എന്ന് പറയുന്ന ഒരു പ്രേക്ഷിതയാണ് ആ നമ്പർ കൈകാര്യം ചെയ്യണത്. അത് 9:30 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ മാത്രമേ ആ നമ്പർ വർക്ക് ചെയ്യത്തുള്ളൂ. അതെൻ്റെ സ്വന്തം നമ്പറാണ്, ഞാൻ അവർക്ക് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി അറിയാൻ വേണ്ടി. അത് 9447285400. അതാണ് നമ്പർ. ഈ നമ്പർ വിളിച്ച് ചോദിക്കണം. 9 തൊട്ട് ചിലപ്പോൾ വിളിക്കുമ്പോൾ തന്നെ കിട്ടത്തില്ല. കാര്യത്തിൽ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷമ കാണിച്ച് വിളിച്ചിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അച്ഛനുണ്ടെന്ന് പറഞ്ഞാലേ വരാവൂ. കാര്യം എമർജൻസി ഇപ്പോൾ പഴയ കാലങ്ങൾ പല ശുശ്രൂഷകൾ നടക്കുന്ന സമയമായതുകൊണ്ട് ചില സമയത്ത് പെട്ടെന്നൊന്ന് പോകും. ഇപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ പോയിട്ട് വരും, ഞാൻ തിരിച്ചു വരും. ഇന്ന് ബിഷപ്പ് ഹൗസ് യോഗമാണ്.
അപ്പോൾ ഇന്ന് കാണാനുള്ള ആൾക്കാരൊക്കെ ഇപ്പം തന്നെ ഉടമ്പടി പുതുക്കിയവരാണെങ്കിൽ അവർ ചോദിച്ചാൽ ഇപ്പോൾ അത്യാവശ്യം അടിയന്തരമാണ്. അപ്പോൾ എങ്ങനെയുള്ളവരെ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിയന്തര ആവശ്യം, എക്സ്ട്രീം അടിയന്തര ആവശ്യമുള്ളവരാണ് കാണുന്നത്. മുമ്പിൽ സമയം ഉണ്ടാകരുത്. മുമ്പിൽ സമയമില്ലാത്ത എല്ലാവരെയും കാണും. ജപ്തി നടപടി, ക്യാൻസർ, പരീക്ഷ, അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുമ്പോൾ അവർക്ക് മക്കളില്ലാത്തവർ അവർ വിദേശത്തേക്ക് പോവുകയാണ്. പക്ഷേ അവർ 5 കൊല്ലം കഴിഞ്ഞേ വരത്തുള്ളൂ. മുമ്പിൽ അവർക്ക് സമയമില്ല. അങ്ങനെ മുമ്പിൽ സമയമില്ലാത്തവരാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് അന്ന് രേഖ ഓഫീസിൽ കൊടുക്കണം. നിങ്ങൾ ഇതാ ഞങ്ങളുടെ വിമാന ടിക്കറ്റ്, ഞങ്ങൾ നാളെ പോവുകയാണ്. അപ്പോൾ രേഖയായി ഇതാണ് ജപ്തി നടപടിയുടെ പേപ്പർ. മറ്റൊന്ന് ജപ്തിയാണ്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ജപ്തിയാണ്. ഇങ്ങനെ മുമ്പിൽ സമയമില്ലാത്ത കാര്യങ്ങൾ. പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഇതാണ്. മെയ് 28-ാം തീയതിയാണ് പരീക്ഷ. അപ്പോൾ അങ്ങനെയുള്ള മെയ് 22-ാം തീയതി വേറെ പരീക്ഷയുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെല്ലാം എമർജൻസി ആയിട്ട് കാണും. അത് ബിടെക്കുകാർ പ്രൊഫഷണൽസിനെ എല്ലാവരും കാണാം. അപ്പോൾ ഉടമ്പടി എടുത്തിരിക്കണം. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ കാണുന്നത്. പിന്നെ കാണുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അച്ഛനെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 9:30 ഇവിടെ വന്നിരിക്കണം. എന്താ കാര്യം? 9:30 ക്ലാസ്. 9 മണിക്കൂടെ വരണം. ഉച്ച കഴിഞ്ഞ് വരുന്നവർക്ക് ആർക്കായാലും അച്ഛനെ കാണാനുള്ള സാധ്യതയില്ല. കാര്യം ആദ്യമായിട്ട് വരണം. ഉടമ്പടി എടുത്തു കഴിഞ്ഞാലേ കാണാൻ പറ്റത്തുള്ളൂ. 3 ഉടമ്പടി ഘട്ടങ്ങളാണ് ഉള്ളത് ഇവിടെ. കാര്യം രാവിലെയുള്ള ക്ലാസ് കഴിയുമ്പോൾ 10:30 ഒരു ഉടമ്പടി ക്ലാസ് ഉണ്ട്. പിന്നെ ഉള്ള ക്ലാസ് 12:30 ഒരു ക്ലാസ് ഉള്ളത്. ഈ 2 ക്ലാസ് കഴിയുമ്പോൾ 3 മണിയാവും. കാര്യം ഞാൻ 12 മണിക്ക് ആൾക്കാരെ കാണാൻ നിൽക്കും ഒരു സെക്ഷൻ, പിന്നെ 3 മണിക്ക് നിൽക്കും. 3 മണിക്കുള്ളിൽ 3 മണിക്ക് സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ 12:30 ക്ലാസ്സിന് പങ്കെടുത്തിട്ട് ഉടമ്പടി എടുത്ത് വരണം. ഉടമ്പടി എടുക്കണമെങ്കിൽ 2.25 മണിക്കൂർ എടുക്കും. അപ്പോൾ ചില ആൾക്കാർ 3 മണിക്ക് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ എല്ലാം കഴിഞ്ഞിരിക്കും. ഉടമ്പടി തീരണത് 3 മണിക്കാണ്. കാര്യം 3 മണിക്ക് ഉടമ്പടി എടുക്കുന്നവർ ഒരു 75 പേരുണ്ടാവും. അവർ ഉടമ്പടി ആ ക്ലാസ് 3 മണിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അവർ പുറത്ത് വരുമ്പോൾ 4:30 മണിയാവും. ഉടമ്പടി എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ 5:30 മണിയാവും. അപ്പോൾ ഈ അവസാനം 3 മണിക്ക് 2:30 വരുന്നവർക്ക് അച്ഛനെ കാണാൻ പറ്റത്തില്ല. കാരണം കണ്ണൂരിൽ നിന്ന് അങ്ങനെ കുറച്ച് പേര് കംപ്ലയിൻറ്റ് ചെയ്ത്, ഞങ്ങൾ ഉടമ്പടി എടുത്ത് താഴെ വന്നപ്പോൾ ഉടമ്പടി തീർന്ന് ഇവിടെ അച്ഛനെ ഇവിടെ 4 മണിക്ക് ക്ലോസ് ആകും. അൽത്താറയിൽ അച്ഛനെ കാണുന്ന ആൾക്കാർ മാക്സിമം 4:30. അത് എപ്പോഴാണ്? 12:30 കൊടുത്ത ചീട്ടാണ് 4 മണിക്ക് ക്ലോസ് ആകണത്. അപ്പോൾ അച്ഛനെ കാണണമെന്നുണ്ടെങ്കിൽ 2 സമയമുണ്ട്. ഒന്ന് 9:30 വരണം, ആദ്യത്തെ ബാച്ചിൽ കയറാൻ പറ്റും. രണ്ടാമത്തെ ബാച്ച് 12 മണിക്കാണ് തുടങ്ങണത്. ആ 12 മണിക്ക് വന്ന് ഉടമ്പടി എടുത്താൽ 3 മണിക്ക് നിങ്ങൾക്ക് അച്ഛനെ കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ 3 മണിക്ക് തൊട്ട് 2:30 തൊട്ട് അങ്ങോട്ട് വന്നാൽ കാണാൻ പറ്റത്തില്ല. ആൾക്കാർ ഇവിടെ താമസിക്കുകയാണ് ചെയ്യണത്. ഇത് പിറ്റേ ദിവസം കണ്ടിട്ട് പോകും. പിന്നെ ഓർക്കുക, അച്ഛനെ കാണുന്ന ഉടമ്പടിയുടെ ഭാഗമല്ല. ഈ സാക്ഷ്യം പറയുന്ന ആൾക്കാർ മുഴുവനും ഉടമ്പടി എടുത്ത ആൾക്കാരല്ല. അമ്മയെ കണ്ട് മര്യാദക്ക് ഉടമ്പടി എടുത്ത ആൾക്കാരാണ്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രോഗികൾ, അതുപോലെ തന്നെ ഇപ്പോൾ നീല ഉടമ്പടി, വെള്ള ഉടമ്പടി, അത് മെസ്സേജ് എടുക്കുന്നതാണ്. അതുകൊണ്ട് മെസ്സേജ് കിട്ടും അതിന്. അപ്പോൾ അത് 1 കൊല്ലം കഴിയുമ്പോൾ, 2 കൊല്ലം കഴിയുമ്പോഴാണ് 1 കൊല്ലം കഴിയുമ്പോൾ നീല ഉടമ്പടിയും 2 കൊല്ലം കഴിയുമ്പോൾ വെള്ള ഉടമ്പടിയും കിട്ടും. അത് അത്യാവശ്യമുള്ളവരെ നിൽക്കത്തുള്ളൂ. ആ ഉടമ്പടി ടൈം 90 ദിവസം മാത്രമേ ഉള്ളൂ. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഈ ധ്യാനകേന്ദ്രത്തിൽ ആരെയും കെട്ടിയിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. 90 ദിവസമേ ബൈബിളിൽ ഉടമ്പടിയുള്ളത്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പുതുക്കി പിരിപാടാകാം. പിന്നെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അത് കൊണ്ടുവന്ന് പുതുക്കിയിട്ട് 2 സ്റ്റാർട്ട് ചെയ്താൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആലപ്പെട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. 90 ദിവസം പക്ഷേ അത് ഉടമ്പടി ടൈമാണ്. അതായത് പുതിയ ഉടമ്പടി വാഗ്ദാന പേടകമായ പരിശുദ്ധമ്മ എസബത്തിൻ്റെ വീട്ടിൽ ചിലവഴിച്ച സമയമാണ് 90 ദിവസം. പഴയ ഉടമ്പടി ഒബേദ് ഹെറോദിൻ്റെ വീട്ടിൽ വാഗ്ദാന പേടകം ഇരുന്ന സമയമാണ് 90 ദിവസം. അതാണ് ഉടമ്പടി ടൈം എന്ന് പറയുന്നത്. പിന്നെ ആൾക്കാർക്ക് അനുഗ്രഹം കിട്ടുന്ന അനുസരിച്ചുകൊണ്ട് അവർ പുതിയ അനുഗ്രഹത്തിന് വേണ്ടി പഴയ അനുഗ്രഹം സാക്ഷ്യം പറഞ്ഞ് മാറ്റിയിട്ട് പുതിയ അനുഗ്രഹം കേട്ടിട്ട് ഉടമ്പടി പുതുക്കിയാണ് ഇവർ ഈ നീല ഉടമ്പടിയിലൊക്കെ എത്തുന്നത്. അവർക്ക് അത്രയും അനുഗ്രഹം ഉണ്ടായിട്ടാണ്. പക്ഷേ എന്തനുഗ്രഹം ഉണ്ടായാലും സാക്ഷ്യത്തിലേക്ക് ഇവിടെ അച്ഛനെ കാണുന്നുണ്ടെങ്കിൽ സാക്ഷ്യം പറയണം. അല്ല, എമർജൻസി ബ്ലെസ്സിങ് കിട്ടും കേട്ടോ. പക്ഷേ മെസ്സേജിലേക്ക് പോകണമെങ്കിൽ എന്ത് നടക്കും, എപ്പോൾ നടക്കും, എന്ത് ചെയ്യണം എന്നെല്ലാം കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ട ആൾക്കാർക്ക് മെസ്സേജ് വേണമെങ്കിൽ അത് സാക്ഷ്യത്തിലേക്ക്. അപ്പോൾ ഞങ്ങൾ സാക്ഷ്യം ചോദിക്കും. എല്ലാ ദിവസവും സാക്ഷ്യം പറയാൻ അവസരമുണ്ട്.